ഹായ്, ടിൻ പിൻ സ്റ്റോറീസിൻ്റെ കെനിയ എക്സ്പെഡീഷൻ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെനിയ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താ മസൈ മാര അല്ലേ? അപ്പോൾ മസൈ മാരയിലെ സഫാരി കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന് നമ്മൾ ഇവിടുന്ന് നൈറോബിയിൽ നിന്ന് ഓടിച്ച് മാരയിലേക്ക് പോകുന്ന വഴിയാണ്. ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ മാരയിലെത്തും. മാരയിൽ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യും, എവിടെയെങ്കിലും അല്ല ബുക്ക് ചെയ്ത ആ സ്റ്റേയിൽ പോയി സ്റ്റേ ചെയ്യും. അപ്പോൾ ഞാനും നമ്മുടെ ട്രാവൽ പാർട്ട്ണറായിട്ടുള്ള വൈൽഡ് എസ്കേപ്പിൽ അതുലിൻ്റെ ഫ്രണ്ട് രമേശ് ഏട്ടനും കൂടിയിട്ട് നൈറോബിയിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് സിറ്റിങ്ങിന് വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു ഷെല്ലിൻ്റെ പമ്പിൽ കയറിയതാണ്. വീട്ടിലേക്ക് ഇറക്കാൻ പോകണം. ഈ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് അതിൽ നമ്മുടെ പ്രാഡോ തിരിക്കുന്നു കേട്ടോ. ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. വണ്ടിയുടെ പുറകിൽ ടയറിൽ കാറ്റൊക്കെ അടിച്ചു കേട്ടോ. ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇവരുടെ ഇൻ്റർനെറ്റാണിത്. ഇവർ മറ്റേ സഫാരിയൊക്കെ പോകുമ്പോൾ എല്ലാ വണ്ടികളും, ഇതിപ്പോൾ സഫാരി വെഹിക്കിൾ അല്ല കേട്ടോ, പക്ഷേ ഇവരുടെ സ്വന്തം സഫാരി വെഹിക്കിൾ ഉണ്ട്. അതിലെല്ലാത്തിലും ഈ സാധനമാകും. അപ്പോൾ ഇത് ഇൻ്റർനെറ്റാണ്. ഇതിങ്ങനെ അതേ മറ്റേലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, പവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ത്രൂ ഔട്ട് പോകുന്ന സ്ഥലത്ത് മൊത്തം ഇൻ്റർനെറ്റ് കിട്ടും. നാഷണൽ ഹൈവേന്ന് ഈ ഒരു വഴിയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മാരയിലേക്ക് പോകുന്നുണ്ടല്ലോ. ശരിക്കും നൈറോബിയിൽ നിന്ന് ഒരു 250-260 കിലോമീറ്റേഴ്സാണ് ഒരു ആവറേജ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ. 5-5.5 മണിക്കൂറിൻ്റെ ദൂരമാണ്. അപ്പോൾ ഈ പോകുന്ന വഴി ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. നാഷണൽ പാർക്കാണോ അത്? ഗ്രേറ്റ് റിഫ്റ്റ് വാലി നാഷണൽ പാർക്ക് അല്ല. ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന് പറയുന്നത് ഒരു ആസ്ട്രോയിഡ് വന്ന് വീണിട്ട് ആ ഇമ്പാക്റ്റിൽ ഉണ്ടായ ഒരു ഇതാണ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി. എൻ്റെ ഇത് ശരിയാണെങ്കിൽ വേൾഡിലെ ഏറ്റവും ലോങ്സ്റ്റ് ക്രേറ്റർ ആണ് ആസ്ട്രോയിഡ് ക്രേറ്റർ. ഓൾമോസ്റ്റ് 6,000-7,000 കിലോമീറ്റർ ആണ്. പിന്നീട് വോൾക്കാനോ ഇത് അല്ലല്ലോ. ഈ ഇമ്പാക്റ്റിൽ ഉണ്ടായ ഒരു വോൾക്കാനോ ആണ് മൗണ്ട് സൂസ്വ പറയുന്നത്. പോകുന്ന വഴിയിൽ ഈ ഗ്രേറ്റ് റിഫ്റ്റ് വാലി വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ഈ ലോങ്കോനോട്ട് എന്ന് പറഞ്ഞിട്ടൊരു വോൾക്കാനോ ഉണ്ട്, മൗണ്ട് ലോങ്കോനോട്ട്. അപ്പോൾ അത് ഒരു സെമി ഡോർമെന്റ് അല്ലെങ്കിൽ സെമി ആക്റ്റീവ് വോൾക്കാനോ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത് ലാസ്റ്റ് ഇറപ്റ്റ് ചെയ്തത് 1860-കളിലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആ വഴിയാണ് നമ്മൾ മാര പോകുന്നത്. പക്ഷെ ഞാൻ ഇതിനേക്കാളൊക്കെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഇന്ന് വൈകുന്നേരം മാര എത്തിയിട്ട് അവിടെ മാരയിൽ ഒരു വില്ലേജിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ നമുക്ക് ആ വില്ലേജ് ലൈഫും അല്ലേ അവരുടെ വീടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ്. ഇത് എക്സൈറ്റഡ് അല്ല എന്നല്ല, പക്ഷേ ഇത് പോകുന്ന വഴിയിലത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെ. നമ്മളിതേ വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രേറ്റ് റിഫ്റ്റ് വാലി ഫ്രം മൊസംബിക് ടു ദ റെഡ് സീ 9,600 കിലോമീറ്റേഴ്സ്. നേരത്തെ അതിൽ പറഞ്ഞില്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് വ്യൂ. എന്തിട്ട വ്യൂ നോക്കിയേ. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ ലോങ്കോനോട്ട് വോൾക്കാനോ. അതാണോ ഇതാണോ? അതിൽ വരട്ടെ. ഇതിലെന്തോ ഫോണിലാണ്. അപ്പോൾ ഇവിടെ ഒരു റോഡ് കണ്ടോ. ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പെട്ടെന്ന് കണ്ടാൽ നമുക്കിപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ റൺവേ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ അടുത്ത് വെച്ചത് റൺവേ ആണെന്ന്. പക്ഷേ അത് World War II സമയത്ത് ഇവിടെ ഇറ്റാലിയൻസ് പണിതാ അത്ര ആ റോഡ്. അതിപ്പോഴും നല്ല അടിപൊളിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളി വ്യൂ ആണ്. പിന്നെ നിറച്ച് മേഘം ഉണ്ടല്ലോ, അതിൻ്റെ നിഴൽ ഇങ്ങനെ മലകളിൽ ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ പാച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണോ ലോങ്കോനോട്ട്? മൗണ്ട് സോസ്വ. ഓക്കെ, ലോങ്കോനോട്ട് അതാണ് എവിടെ ഈ കാണുന്നല്ലേ? ഓക്കെ. അതെത്ര 2,776 മീറ്റർ എബവ് സീ ലെവലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ക്രേറ്ററിന് എത്ര 1-2 കിലോമീറ്ററിന് എത്തുന്ന ഡയമീറ്റർ അല്ലേ അല്ലേ? ഈ അതിന് ട്രക്കിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാം? ഓൾമോസ്റ്റ് 4 hours കയറാനായിട്ട്, ഇറങ്ങാനായിട്ട് ഒരു 2.5 മണിക്കൂർ. പക്ഷെ അധികം ദൂരമില്ലെന്ന് തോന്നുന്നു. 6-7 കിലോമീറ്റർ എന്തോ ഉള്ളൂ അല്ലേ? അതെ, ബട്ട് സ്റ്റീപ്പ് ക്ലൈംബ് ആണ്. എന്നിട്ട് നമുക്ക് മേലെ പോയിട്ട് അതിന്റെ ഫുൾ ക്രേറ്റർ നമുക്ക് സർക്കിൾ ചെയ്യാൻ പറ്റും അതിന്റെ മേലെ. ഓക്കെ, രമേശ് ചേട്ടൻ ഇന്ന് ഫുൾ ബിസി ആട്ടോ. പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയതാണെന്ന് പറഞ്ഞ് നേരത്തെ എണീറ്റു. അപ്പോൾ അതേ കാറിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നെറ്റും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ നല്ല രമേശ് ചേട്ടനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി മര്യാദയ്ക്ക് അല്ലേ. ആള് പട്ടാമ്പിയാണ് കേട്ടോ. പട്ടാമ്പിയാണ് സ്ഥലം. എവിടെ? പുലാമന്തൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ദിവസം ഉണ്ട് ഇനി? 2-3 ആഴ്ച ഉണ്ടോ? ബിസിനസ് ആവശ്യമാണ് അങ്ങനെ. ക്യാമറ ഷൈയാണ് കേട്ടോ. അതായത് ചെയ്യുന്നത് മൊത്തം ക്യാമറ കൊണ്ടുള്ള പണികളാണ്. പക്ഷെ ക്യാമറയിൽ വരാൻ അതിപ്പോൾ എനിക്ക് അതെ. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ വേറൊരാൾ എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നാണാണ്.
Jalan ba? Ikaw na pili-pili. Sino pili-pili? Fresh. Okay. ഓക്കെ Check this off. Moja tu. Sawa moja. Dog 60. Dog side. Thank you. താങ്ക് യു. Sawa. നിങ്ങൾ പോണ വഴിക്ക് ചോളം വാങ്ങി കേട്ടോ, ചോളം ചുട്ടത്. എൻ്റെ മുകളിലൊന്നും ഇട്ടിട്ടില്ലല്ലോ, പ്ലെയിനാ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ നമുക്ക് പോകുന്ന വഴി കുറേ സ്ഥലത്ത് കാണാം കേട്ടോ, റോഡ് സൈഡിൽ ഇതിങ്ങനെ നിൽക്കണേ. ഒരെണ്ണം വാങ്ങി അത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പുറകിലൊരാൾക്ക് വേണ്ട, തിരക്കിലാണ് പണീൻ്റെ ഇടയിൽ. കുറേ നേരമായിട്ട് ഓടിക്കണോ, ഇങ്ങനെ ഓടിച്ച് പോകണം. ഇങ്ങനെ ഫുൾ ഇങ്ങനെ എം ടി ആയിട്ടുള്ള സ്ഥലങ്ങൾ, കുറേ കൃഷി, പശുക്കൾ മേഞ്ഞ് കിടക്കണു, അവരെ മേയ്ക്കാൻ ആൾക്കാർ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നക്രു എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തുക കേട്ടോ. ഇവിടെ ഒരു ആർട്ട് കഫേ ഉണ്ട്, പിന്നെന്തോ മാർക്കറ്റ് ടു ഗോ എൻജോയ്, അവിടെ മെഡിക്കൽ ഷോപ്പ്, പെട്രോൾ പമ്പ് എല്ലാം കൂടി ഞങ്ങളത് കഴിക്കാൻ കയറാറ്. Pork okay? Okay, so get one Diavola and one Polo. ഞങ്ങളൊരു പിസ്സ ഓർഡർ ചെയ്തു കേട്ടോ. ഇതെന്താ പെപ്പറോണിയോ അല്ലേ, പെപ്പറോണി പിസ്സ എന്ന് തോന്നുന്നു. അത് ഓർഡർ ചെയ്തു. ഞാനും ചേട്ടനും ഓരോ ചായ പറഞ്ഞു, അല്ല കാപ്പി പറഞ്ഞു. ഇവിടെ ഒരാൾ എന്താ അറിയില്ല, ബീട്രൂട്ട് ജ്യൂസ് പോലെ എന്താ സാധനം കുടിക്കുന്നത്. എന്തത്? Hibiscus. ചെമ്പരത്തിയും നാരങ്ങയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു സിപ്പ് കുടിച്ചോട് കൂടി എൻ്റെ മുഖം ഇങ്ങനെ ആയിപ്പോയി, ചുളിഞ്ഞു പോയി. അങ്ങനെ പുളിയാണ്, നിറച്ച് ലെമണൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് പിസ്സ നല്ല പ്രോമിസിങ് ആട്ടോ. കഴിച്ചാലോ എന്നാ? കയ്യോണ്ട് തന്നെ ഇതേ ഭയങ്കര തിന്നാ. തിങ്ക് ക്രസ്റ്റാണ്. വണ്ടി കയറി ഉടനെ ഇറങ്ങാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇവിടെ ക്വിക്ക് മാർട്ട് എന്ന് വേണ്ട ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ മൊത്തം ദിവസം നമ്മൾ മസൈമാറയിൽ ഗെയിം ഡ്രൈവ് ആയിരിക്കും. അതായത് നമ്മൾ സഫാരി ജീപ്പിലിരുന്ന് മൊത്തം കറങ്ങായിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആ ഭാഗത്ത് പോയി ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ക്വിക്ക് മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. പെട്ടെന്ന് പോകാം, കുറേ നേരം ഇവിടെ കിടന്ന് സമയം ചിലവഴിക്കണം. കയറി വന്ന ഉടനെ ഒരു ഓട്ടോറിക്ഷ ഇട്ടേക്കണം. നോക്കി, ഒരു ആപ്പയുടെ പുറത്ത് കുറേ ഫ്രൂട്ട്സൊക്കെ, അവിടുത്തെ ലെമണൊക്കെ കണ്ടോ, കിടലിന് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ദിവസം രാത്രി അതുലിൻ്റെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ക്വിക്ക് മാർട്ട് അവിടെ നൈറോബിയിലും ഉണ്ട്. അതായത് കുറേ സ്ഥലത്തുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിൽ ഈ ലുലുലൊക്കെ പോകുന്ന പോലെ എല്ലാം ഇങ്ങനെ എല്ലാം അറേഞ്ച്ഡാണ് കേട്ടോ. ഒന്നിങ്ങനെ നല്ല കാര്യമായിട്ട് വൃത്തിയായിട്ടാണ് എല്ലാം വയ്ക്കുക. എന്താ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല ബ്രോ, എന്തായാലും വേണ്ടി. ഇത് അടിപൊളി സാധനം. ടോർട്ടില്ല ചിപ്സ്, ചീസ് ക്രഞ്ച്, പിന്നെന്താ ഇവിടെ പോപ്കോൺ ഇരിക്കണം. നോക്കി, 400 ഗ്രാമില്ല കേട്ടോ. എന്താ നോക്കാം എൻ്റെ വലിപ്പം. അയ്യോ, എനിക്കിഷ്ടം കേട്ടോ ഈ വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ. നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ സാധനം എനിക്ക് ജനറലി സൂപ്പർ മാർക്കറ്റിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ വേറൊരു നാട്ടിൽ ചെന്നിട്ട് പോകുമ്പോൾ എൻ്റെ പൊന്നു ഇതൊക്കെ നോക്കി, മറ്റേ ഫ്രെയിംസ് പോലത്തെ സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ 500 ഗ്രാം, 1/2 കിലോൻ്റെയാണ് ഈ ബാഗൊക്കെ. അങ്ങനെ ഫ്രെയിംസിൻ്റെ ബാഗുകൾ. സൂപ്പർ മാർക്കറ്റിനുള്ളിൽ തന്നെ ഒരു ലിക്കർ സ്റ്റോർ ഉണ്ട് കേട്ടോ. ഓഹോ, ഇത് കൊള്ളാലോ. ഇതൊക്കെ വൈനിൻ്റെ ഏരിയ കേട്ടോ, നിറച്ചും വൈനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ജ്യൂസൊക്കെ ടെട്രാ പാക്കിൽ വെക്കില്ലേ, അതുപോലെ റെഡ് വൈൻ 1 ലിറ്ററിൻ്റെ ഈ ട്രോപ്പിക്കാനൊക്കെ വരുന്ന പോലെ അതിൻ്റെ അതുപോലെ റെഡ് വൈൻ ഉണ്ട് കേട്ടോ. പിന്നെ ഡ്രൈ വൈറ്റ് ടേബിൾ വൈൻ ഉണ്ട്. എല്ലാം അങ്ങനെ ടെട്രാ പാക്കിലാണ് കേട്ടോ. സ്വീറ്റ് വൈറ്റ് ടേബിൾ വൈൻ, ഇതെന്താ സ്വീറ്റ് റെഡ് വൈൻ. പിന്നെ ഇതിവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിയറാണ് കേട്ടോ, ടസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബിയറാണ്. ഇതേപോലെ വേറെ സാധനം കൂടി ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കെനിയ കെയിൻ, ഇതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലിക്കറാണ് ഈ ഭാഗത്ത് കിട്ടുന്നത്. ഈ ഭാഗത്തല്ല, ഈ രാജ്യത്ത് കിട്ടുന്നത്. പിന്നെ കുറേ പലതരം ബിയറുകളുണ്ട് കേട്ടോ. സ്പാർക്ലിംഗ് ആൽക്കഹോൾ ഡ്രിങ്ക്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ബ്രീസർ പോലെ വിൽക്കുന്ന ഒരു സാധനം കേട്ടോ. സ്പെർനോഫിൻ്റെ
ഐസ് ഡബിൾ ബ്ലാക്ക് വിത്ത് ഗുവാറാന. കരിമ്പങ്കാട്ടിലെ ആനകറി പോലെ ഉണ്ടല്ലേ. ഇത് നോക്ക്, വൈൽഡ് ആഫ്രിക്ക ബോട്ടിൽ നോക്കി എന്ത് രസമാണ്. ഉയ്യോ, കിടിലം ബോട്ടിൽ കേട്ടോ. ഒരു ചീറ്റയുടെ എന്താ രോമം പോലെയൊക്കെയാണ് ചെയ്തേക്കണം. നല്ല രസമുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ട് കുറേ ബോട്ടിൽസ് ഇവിടെ നമുക്ക് കാണാം. ഞാൻ ഇതുപോലെ ഓരോ പെട്രോൾ പമ്പിലൊക്കെ കയറുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഇങ്ങനെ ഇതുണ്ടാവുമല്ലോ ബിവറേജസ്, അതിലൊക്കെ ഞാൻ അങ്ങനെ കയറി നോക്കും. അതൊന്ന് കാണാൻ ഇത് ഭയങ്കര രസമാണ്. എൻ്റെ ബോട്ടിലിൻ്റെ ഷേപ്പും അതിൻ്റെ ഡിസൈനൊക്കെ എനിക്കിഷ്ടം. അങ്ങനത്തെ ഒക്കെ നോക്കാൻ. അവിടെ ചേട്ടന്മാരെ കാണാനില്ലല്ലോ. ഞാൻ അതിൻ്റെ ആൽക്കഹോളൊക്കെ നോക്കി നിൽക്കുന്ന നേരത്ത് അവരിറങ്ങി പോകുന്നു. നമ്മൾ മാലയിലേക്ക് എത്തി. ദേ റോഡ് ക്രോസ് ചെയ്ത് പോകണവരെ നോക്കിയേ, സീബർക്കുട്ടന്മാർ കേട്ടോ. അവിടെയൊക്കെ ഉണ്ട്, ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിമിത്താണ്. ഇത് ഓഫ് സീസൺ ആണ്, മറ്റേ മൈഗ്രേഷൻ നടക്കുന്ന സമയമൊന്നുമല്ല. പക്ഷെ നാളെ അവിടെ നിന്ന് ബഫലോസ് ഒക്കെ ഇറങ്ങും. നോക്കിക്കോ, കാണാൻ പറ്റും. നാളെ മൈഗ്രേഷൻ എങ്ങാനും നടന്ന ഞാൻ ഈ തലയും മൊട്ടടിച്ച് കമ്പനി എന്റെ പേരിൽ 100% എഴുതി തരാം. പെട്ടെന്ന് ഒരു റെഡ് മയം മൊത്തത്തില് റെഡായി. ഇതെന്താ ഈ സ്ഥലത്തിന്റെ പേര്? ഗോസ്വാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ചെറിയൊരു വില്ലേജ് കൂടെ നടന്നു പോവാണ്. ആൾക്കാരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ മാറി കേട്ടോ. എല്ലാവരും ആ ഒരു റെഡ് കളർ മസായി ഷോളൊക്കെ പതിച്ച്. ഇവിടെ തണുപ്പുണ്ടോ? എല്ലാരും പതിച്ചാണല്ലോ നടക്കണേ. അല്ല ഈ ഷോള് മസായി ഷൂക്കാന്ന് പറയുന്നത്. നമ്മളെ ക്വിക്ക് മാർട്ടിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആള് 2-3 പാക്കറ്റൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക്. എന്തിനാന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ദേ വഴിയിൽ പോകുന്നു, കുട്ടികളെ വിളിക്കുന്നു, ചോക്ലേറ്റ് കൊടുക്കുന്നു. എവിടെ കുട്ടി? Kwa nyumba? Niko na 10. Asante sana. Shukuru. സന്തോഷായി. 20 പേരുണ്ടെന്നാണ് വീട്ടില്. ഇതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി മസായി എത്തിട്ടോ. മാര എത്തിട്ടോ. അപ്പോൾ ഇവിടെ അതിനും ഫാദറിനും ഒരു പറമ്പുണ്ട്. ഈ കാണാണോ അതിലെ? ഇത് ഓണാണോ അതോ ലീസിനാണോ? മേടിച്ചേക്കണാണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഈ ഗ്രൗണ്ട് ഉണ്ടല്ലോ, വലിയ ഏരിയ, ഇത് ഇവരുടെ പറമ്പാട്ടോ. അപ്പോൾ ഇവിടെ ആരോ കെയർടേക്കർ ഉണ്ടോ? അപ്പോൾ ആരെയോ കാണാൻ വേണ്ടി പോവാട്ടോ. ഈ വരുന്ന ആള് മസായ. ഇവിടെ മസായി മാത്രമേ ഉള്ളൂ, വേറെ ട്രൈബ് ഒന്നുമില്ല. അവനോട് കത്തി വരാൻ പറയിരിക്കോട്ടോ. കത്തിയാ? കത്തി വരിക, ചോര കാണണം, എന്നാലേ തിരിച്ചു വെക്കുള്ളൂ. ഇത് ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണോ? ഔട്ട് ഹൗസ് പോലെ? ചെറിയ ഔട്ട് ഹൗസ്, കണ്ടുപിടിക്കാനുള്ള സ്ഥലം. ഇത് ഇവര് ഇങ്ങനെ ഈ ക്യാമ്പിംഗ് പരിപാടികളൊക്കെ തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ, ബിസിനസിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ് ഇവിടെ മാരയിൽ. അപ്പോൾ അതെ ഇത്രയും സ്ഥലം. അപ്പോൾ എന്തോ ടെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ക്യാമ്പിംഗ് ഗ്രൗണ്ടും പോലെയൊക്കെ ചെയ്യാനാണ്. ഹലോ, ഐ എം ഗുഡ്. ഹൗ ആർ യു? Very well. Okay. Your name? You're welcome. Jackson. Jackson. Yes. Oh, you are Jackson. Yeah. Okay, he was telling about you. ഇത് എത്ര ഏരിയ അതിലെ? ഇത് 5 ഏക്കർ. ഓ, ബാക്കിലേക്കൊക്കെ ഉണ്ട്. ഓക്കെ. ആദ്യം റൂമിലേക്കാ? അല്ല, വില്ലേജിൽ പോവാ അല്ലേ? അപ്പം നമ്മൾ ഇനി ആദ്യം പോകുന്നത് ഞാൻ വിചാരിച്ചത് ആദ്യം ഇവിടെ റൂമിലേക്കാണ് പോകണത്. പക്ഷെ അല്ല, നമ്മൾ ആദ്യം തന്നെ ഇവിടെ മസായി വില്ലേജിലേക്കാണ് പോകണം. അപ്പോൾ ആ 2 പയ്യന്മാരും കൂടി ഉണ്ട്.
അത് ഗേറ്റൊക്കെ പൂട്ടണം, അതിൽ വണ്ടി റിവേഴ്സ് എടുക്കണം. 2 ഓപ്ഷൻ കേട്ടോ. ഒന്ന് നമുക്ക് ഒരു ടൂറിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പോകാം, അതായത് കളർഫുള്ളായിട്ട് അവർ ഡ്രസ്സ് നമുക്ക് വേണ്ടി ഇടും. അപ്പോൾ അതിലൊരു ഒത്തൻറ്റിസിറ്റി ഇല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവരൊക്കെ ആയിട്ട് ടൂർ പാക്കേജ് ഒക്കെ എപ്പോഴെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പറയണം. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ള സ്ഥലത്ത് പോകാം. അവിടെ ചിലപ്പോൾ അങ്ങനെ കളർഫുൾ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ വീട്ടിൽ മറ്റേ കസവ് മുണ്ട് എടുത്തിട്ടല്ലല്ലോ ഇരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അവർ നോർമലായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് കാണാൻ ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുലിൻ്റെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് അലക്സിൻ്റെയും ജാക്സൻ്റെയും സ്വന്തം ഗ്രാമത്തിലേക്കാട്ടോ. മനിയാട്ട എന്നിവർ വിളിക്കുന്ന ചുള്ളിക്കമ്പും മുൾച്ചെടികളും ചേർത്തുണ്ടാക്കിയ വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ 10-15 വീടുകൾ അടങ്ങുന്ന ഒരു കൊച്ചു ഗ്രാമം. കാര്യം ടൂറിസ്റ്റ് എന്നല്ലെങ്കിലും നമ്മൾ വരുന്നത് പ്രമാണിച്ച് അതുലിന്റെ വലങ്കൈയായിട്ടുള്ള ജാക്സൺ ഇവിടെ കുറച്ച് പരിപാടികൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. Head of a lion. A man, yeah, the head of a lion. Oh. So this one was a lion that was killed long time ago. Okay. Because in recent days we don't kill wild animals. Okay. But long time, the main reason why we used to kill lions was to show strength. Okay. Maasai boys were supposed to have killed a lion so that we grant you certificate for marriage. Okay. No lion, no marriage. Okay. So this one is a sample of a lion that was killed long time ago. Okay. So the chief of the village will keep it safe, so that he'll keep narrating to every generation about the situation of killing the lions. Okay. And here we're having our mobile phone. Uh-huh. This one is our main mean of communication. Okay. This one is a horn from an antelope called a great akudu. Okay. So the horn is hollow. Uh-huh. Then we break a small hole here Okay. where we place our mouths. Okay. Then we blow. Oh. This sound Echoes. from here going 2 kilometers away from where it has been blown. Okay. There's 2 special sounds. There's the long sounds and the short sounds. Long sounds for dangers and short sounds for happy moments. Okay. Anything that's happy, when we have dances, we blow the short sounds so that the rhythm of the sound of the music will be great, right? Okay. So I'm going to blow this one, short sound. We are not allowed to blow the long sounds, because when we blow the long sounds, people will think that something bad has happened. Okay. Okay. So only short sounds, Okay, right? okay. Happy occasions. Okay. നമ്മളിവിടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവർ രണ്ടുപേരും ഇതെല്ലാം പറഞ്ഞ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് വന്ന ഉടനെ ആ പയ്യനെല്ലാം എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തന്നെ. അപ്പോൾ ഇവരെല്ലാവരും എന്തേ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ഡാൻസിനുള്ള പരിപാടിയാണ് കേട്ടോ.
നമ്മളിത് മസായി വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. എൻ്റെ മുയ് എന്തായിരുന്നു അല്ലേ. അതിൻ്റെ ഹാർമോണിക്സ് ഒക്കെ ഉണ്ടോ ചിലർ മറ്റേ എന്താ പറയുക ഈ പാട്ടിലങ്ങനെ നമ്മൾ ഹാർമോണിക്സ് ഒക്കെ അക്കപ്പല്ലൊക്കെ ചെയ്യില്ലേ അതേപോലെയാണ് കേട്ടോ. ഹായ് വെരി ഗുഡ് ഹരി ഹരി Ari. യെസ് യുവർ നെയിം Orngongwenyi. ഒനിയുങ്ങാനി Orngongwenyi. ഒനിയുങ്ങാനി Yes. ഓക്കെ ഹരി ഹരി എന്ന് വിളിക്കുന്നത്. This is a authentic village or it's for tourist purpose? No, this is where we live. Oh, you live here? Yeah. Okay. We live inside the village. Okay. Total population of 105 people. Okay. Boys at the age of 10 years were to go to the forest Okay. to learn what you're supposed to do and what you're not supposed to do as a Maasai boy. Mm-hmm. They train these boys on ways on how to protect your community against other communities because we hate cattle raiding. Okay. So you need to protect your community, your cattle, and your people. You kill a lion, we give you permission for marriage Okay. at the age of 18. And marriage is polygamous. Okay. We are allowed to marry as many girls as we can. Okay. The many the cattle, the cows you have, Mm-hmm. the more the wives you'll get. Oh, okay. But the tricky thing here is we don't choose wives for ourselves. The first wife is always the choice from our parents. And then the second wife is a choice from the first wife, and the process continues. So men never choose wives for themselves. Boys jump to compete for girls. The higher you jump, the more the girlfriend you'll have. And this one is more tricky also. We don't marry girlfriends. What we do is we jump in the evening. If, for example, I win in the jumping contest, then I grab all the girlfriends that night and sleep with them, all of them. Then the following day, we do the contest, we jump. If somebody else win, then he grab all the girlfriend from me and sleep with them. Then the other day, we do. If I win, I grab. But we don't marry them. Those are just for lifetime, enjoyment for lifetime. ഇതൊരു ചെറിയ കമ്മ്യൂണിറ്റി ആയിട്ട് അവർ ജീവിക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഒരു 10 വീടുകൾ 10-11 വീടുകളുണ്ട്. അതിൻ്റെ ചുറ്റും മുൾവേലി കൊണ്ടാട്ടോ അതിനൊരു ബൗണ്ടറി തീർത്തേക്കണം. അപ്പോൾ അതിൽ നേരത്തെ മിഠായി മേടിച്ചിട്ടുണ്ടെന്നല്ലേ അത് കുട്ടികൾക്ക് കൊടുക്കാൻ പോകട്ടോ. എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ പാക്കറ്റായിട്ട് കൊടുക്കുന്നപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു ഓരോന്നിട്ട് കൊടുത്താൽ മതി. ഹലോ അതെ പിള്ളേരൊക്കെ ലൈനായിട്ട് നിൽക്കുകയാണ് അവിടെ. Hi. Hi. What are you saying? I'm saying you are handsome. Thank you. You're beautiful too. Thank you.
We go to Slay House. Yeah. Kedalo. Bikin aja ke sweet kedalo. ആ കുട്ടികളെ ഇന്ന് മിഠായി ഒക്കെ അടിച്ചു മാറ്റി കഴിക്കണ Okay, let's see. ജെന്യുവിനിറ്റി ആണ് കേട്ടോ ആൾക്കാരുടെ. ഈ പയ്യൻ നമ്മളെ മസായി വീട് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകാം കേട്ടോ. പീപ്പിൾ ആക്ച്വലി ലിവ് ഹിയർ നോ? Sure. ഓ ഓക്കെ They live here. ഓക്കെ. ദിസ് ഇസ് യുവർ ഹൗസ്? This is our house. ഓ യുവർ ഹൗസ്? My mom's house. ഓ ഓക്കെ Yeah. So let's get in and see. ഓക്കെ. You mind your head? ആ ഓക്കെ. എൻ്റെ വീടിനകത്ത് കയറുക കേട്ടോ. So this one is for respect. വാട്ട് ഇസ് ദാറ്റ്? This post ഓക്കെ is for respect. ഓക്കെ. As an elder, you must respect the house. You must at least bend ഓക്കെ. going outside and bend Coming coming inside. inside. If you don't, this one is going to punish you. This where we put the firewood. Firewood. Okay. We don't use gases. We don't use stoves. Okay. We use dry woods from the forest. Okay. So a lady will just go collect dry woods. Okay. Then place them here. Okay. Right? Yeah. ഇതൊക്കെ ഇതാട്ടോ കളിമണ്ണും ചാണകവും അല്ല മണ്ണും ചാണകവും കൂടിയിട്ട് കുഴച്ചുണ്ടാക്കിയേക്കണം. അപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോവാം കേട്ടോ. മുറിച്ച് പോവാം. ഓക്കെ. First place, this one. This one is a sitting point. ഓക്കെ. And this one is normally for the kids. ഓക്കെ. Maybe when they're waiting for supper or sharing stories from themselves, Okay. they all sit here. ഓക്കെ. Then this one is for the mother. Oh, okay. This seat is for the mother, maybe preparing supper Okay. or sharing stories to her kids. Okay. She always sits here. ഓക്കെ. And this is the kitchen. So the kitchen is made out of three stones. Then in the middle you put the firewood. Okay. This hole here is of the importance. ഓക്കെ. One is acts as a chimney. ഓക്കെ. Two is a ventilator. ഓക്കെ. And three is a light provider. ഓക്കെ. Some say people don't use electricity. They use to get light from the hole during the day ഓക്കെ. and from the fire at night. ഓക്കെ. One of the bed, and this one is a master bed, ഓക്കെ. mother, father, and children below the age of 5 years. ഓക്കെ. So 2 people can sleep here. Yeah. ഓക്കെ. can I have the light? ഇത് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. അപ്പോൾ കിച്ചൻ്റെ ഇവിടെയാണ് അടുപ്പ്. എൻ്റെ സൈഡിൽ തൊട്ടടുത്താണ്. ഇതിൽ 2 പേര് അച്ഛനും അമ്മയും ഒക്കെ ഇവിടെയാണ് കിടക്കുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ബെഡ്. എൻ്റെ മുകളിൽ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ ഒരു ഏരിയ ആണ്. ശരിക്കും 2 പേർക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു ഏരിയ. Then the bed for the kids. ഓക്കെ. This one can take almost 5 to 8 kids. ഓ 1, 2, 3, they can sleep. ഓക്കെ. ഓക്കെ. Almost 6 kids. ഓക്കെ. And these are the water jerry cans. ആ ഓക്കെ. We go collect water from the river. ഓക്കെ. Then we place them here. ഓക്കെ. Bathroom. We always take bath in the evening hours. ഓക്കെ. Just behind the house. Okay. Toilets. So you don't have a bathroom as No. such? Okay. We just go collect water Okay, from the river and behind the house. Okay. Okay. Toilet. We use the bush toilets. Okay. Bush toilets. Yeah. Okay. Respect. Yes, I did. Good. അപ്പോൾ നമ്മളത് അവരുടെ വില്ലേജിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഓക്കെ. ബൈ. 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 ഐ എം ഗുഡ്. ഹൗ യു? Good. ബൈ. അപ്പോൾ അവരുടെ വില്ലേജിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മുള്ളാണോ, അതായത് ഇങ്ങനെ വേലിയാണ് കേട്ടോ. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലെ. പക്ഷേ അതിന് അത് ഇങ്ങനെ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇവരുടെ ഇപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ മേയ്ക്കുക, പിന്നെ ഈ എന്തെങ്കിലും ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ടൂറിസ്റ്റ് വരുമ്പോൾ അവർക്ക് വിൽക്കുക. ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഇൻകം. ഓക്കെ. ആ വില്ലേജിലത്തെ ആടുകൾ അത്ര. അപ്പോൾ ഇത് എല്ലാവരും മേയ്ച്ച് വൈകുന്നേരം തിരിച്ച് അകത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം വൈൽഡ് ആനിമൽസ് ഉണ്ടെങ്കിലും അകത്തേക്ക് കയറില്ലല്ലോ, മുള്ളൊക്കെ ആണല്ലോ. അപ്പോൾ ഇതുങ്ങളൊക്കെ സേഫായിട്ട് ഇതിൻ്റെ അകത്ത് ഇരുന്നോളും. ഓക്കെ. ബൈ. സോറി. ഇപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. സംഭവം ഉഷാറായിട്ടാ. നല്ലായിരുന്നു. ഞാൻ ഇത്രയും ഒരു Alex, I drop you. അലക്സും ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നത് ഇത്രയും ഫ്രണ്ട്ലി ആയിരിക്കും ഇവരെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ഇവരെ കുറിച്ച് വായിച്ചപ്പോൾ ഒക്കെ ഇവർ കുറച്ചും സീരിയസ് ആയിട്ടുള്ളൊരു അല്ല അല്ലേ, മനസ്സിലായി. അതായത് ഇതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താ വെച്ചാ, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആഫ്രിക്കയില് കൺട്രീസ് ഇല്ല. ആഫ്രിക്ക ഏതൊരു കൺട്രി പറഞ്ഞാലും അതിനൊരു കോണ്ടിനെന്റ് ആയിട്ടാണ് എല്ലാവരും. അതെ.
കെനിയ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മൈൻഡിലേക്ക് ആഫ്രിക്ക. സോ പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ ആഫ്രിക്ക എന്തോ ഭയങ്കര പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്, സേഫ് അല്ല, ഒന്നുമല്ല. നമ്മള് വിത്തിൻ ദ ഫോറസ്റ്റ് 3520 സ്ക്വയർ കിലോമീറ്റർ ആണ് മസായ് മാറ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ലാൻഡാണ്, ഫോറസ്റ്റ് ലാൻഡാണ്. അവിടെ ഉള്ളൊരു ട്രൈബാണ് മസായിസ്. അവരുടെ ആക്ച്വൽ ട്രൈബൽ ഇത് എന്താ പറയാ, ഗസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അപ്പിയറൻസിന് വേണ്ടിയുള്ള ഒരു ഇതല്ല, സംതിങ് വെരി റോ. അവിടുത്തെ ആൾക്കാർ നമ്മളോട് പെരുമാറിയ രീതി, ഇതിൽ ആ കൂടി ഒരു കാര്യം മനസ്സിലാക്കണ്ടോ, അത് വേൾഡ് വൈഡ് ഉള്ളൊരു ഇതാണ്. നമ്മളൊരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം ആ സെയിം രീതിയിൽ അവർ നമ്മൾ ട്രീറ്റ് ചെയ്യും. നമ്മൾ സ്വീറ്റ് ആണെങ്കിൽ അവർ സ്വീറ്റ് ആണ്, നമ്മൾ ബാഡ് ആണെങ്കിൽ അതിനുള്ള ഈഗോ അവർ നമ്മളോട് കാണിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിലും അടിപൊളിയായിട്ട് ഒരു എന്താ പറയുക ഔട്ട്രോ പറയാനില്ല. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസ് നമ്മൾ പറയാറില്ല, നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ കുറേ ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ മോശം കാര്യങ്ങൾ മാത്രമേ എടുത്ത് കാണിക്കുള്ളൂ, അപ്പോഴാണ് അവർക്ക് വ്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പല ആഫ്രിക്ക എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ കെനിയ എത്ര നീറ്റാണ്, എത്ര ക്ലീനാണ്. പക്ഷെ നമ്മൾ കണ്ടേക്കുന്ന ആഫ്രിക്ക, കെനിയ അതിപ്പോൾ വ്ളോഗേഴ്സ് മാത്രമല്ല കേട്ടോ, കുറേ നാഷണൽ ഇൻ്റർനാഷണൽ മീഡിയാസ് ഒക്കെ കാണിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അവിടുത്തെ പട്ടിണി, പാവങ്ങൾ, വേസ്റ്റ് ഒക്കെയാണ്. പക്ഷെ നോക്കി എവിടെ നിന്ന് റോഡ് കിടക്കണം, നോക്കി എന്തൊട്ടേ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല അതില്. അപ്പോൾ എന്തായാലും ഞങ്ങളിതേ നേരെ ഹോട്ടലിലേക്ക് പോവാണ്, ലോഡ്ജിലേക്ക് പോവാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. Alex, can you say bye? Bye. Bye.